കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നു വീണ് 4 പേർ മരിച്ച സംഭവത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് കോൺഗ്രസ് ബിജെപി മാർച്ച്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഈ ഒരു സംഭവത്തിൽ സ്ലാബ് തകർന്നു വീണ് 4 പേർ മരിച്ച ഒരു സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം അടക്കം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വലിയ പ്രതിഷേധമാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നടക്കുന്നത്. ഒരേ സമയം BJP മാർച്ച് നടക്കുന്നു. അതേസമയം തന്നെ കോഴിക്കോട് കോർപ്പറേഷന്റെ അകത്തുള്ള കവാടത്തിന് മുൻപിൽ കുത്തിയിരുന്ന UDFന്റെ കൗൺസിലർമാരും പ്രതിഷേധിക്കുന്നു. ഇതിൽ BJPയുടെ ആവശ്യം എന്ന് പറയുന്നത് നഷ്ടപരിഹാരം 25 ലക്ഷം രൂപയാകണം, സമഗ്ര അന്വേഷണം വേണം തുടങ്ങിയ ആവശ്യങ്ങളാണ്. BJP പ്രവർത്തകർ മുതലക്കുളത്ത് നിന്നും പ്രകടമായി എത്തി നേരെ ഇവിടെ ഈ BJP പ്രവർത്തകരെ ഗേറ്റിന് മുൻപിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരുന്നു. ആ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് BJP പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ അത് BJPയുടെ കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു ഈ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ അകത്ത് കവാടത്തിന് മുൻപിൽ കുത്തിയിരുന്നുകൊണ്ട് UDFന്റെ 28 കൗൺസിലർമാരും പ്രതിഷേധിക്കുകയാണ്. അതിന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള SV ഷമീൽ തങ്ങൾ അതിന് നേതൃത്വം നൽകുന്നു. ഒപ്പം തന്നെ ഈ വാർഡ് നിലനിൽക്കുന്ന കൗൺസിലറായിട്ടുള്ള ഫാത്തിമ തഹ്ലിയ അടക്കമുള്ള നേതാക്കളും സംബന്ധിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ കൗൺസിൽ പാർട്ടി ലീഡറായിട്ടുള്ള മനക്കൽ ശശി അടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള വലിയൊരു നിരയാണുള്ളത്. ഇതിൽ UDF ആണ് ഈ ഒരു സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നത്. ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തി ഇതിന്റെ ഒരു കാരണം കണ്ടെത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. കാരണം നേരത്തെ തന്നെ പൊളിച്ച് നീക്കാൻ കാലപ്പഴക്കം കണ്ടെത്തിയ 16 കോർപ്പറേഷന്റെ കെട്ടിടങ്ങളിൽ ഒന്നാണ് ഇന്നലെ തകർന്ന് വീണത്. അതിന്റെ ഒരു സ്ലാബാണ് ഇന്നലെ തകർന്ന് വീണത്. എന്തുകൊണ്ട് അത് പൊളിച്ചു നീക്കിയില്ല തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കണമെന്ന് UDF നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മരിച്ചവരുടെ കുടുംബത്തിന് 50 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം ഉയർത്തുന്നുണ്ട്. രാവിലെ കോഴിക്കോട് മേയർ O സദാശിവൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം മേയർ ഫണ്ടിൽ നിന്നും മരിച്ചവരുടെ കുടുംബത്തിന് 1 ലക്ഷം രൂപ വീതവും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നയാൾക്ക് 50,000 രൂപയും അദ്ദേഹം അടിയന്തര സഹായധനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സർക്കാർ ഇതിൽ ഒരു സഹായധനം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും മേയർ പറഞ്ഞ ഒരു കാര്യം
കാര്യം 16 കെട്ടിടങ്ങൾ ഇത്തരത്തിൽ ഒരു അപകടാവസ്ഥയിലുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നെങ്കിലും അതൊന്നും തന്നെ അൺഫിറ്റ് ആണ് എന്ന് കണ്ടെത്തിയിരുന്നില്ല, അല്ലെങ്കിൽ അത് തീരുമാനിച്ചിരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് കോർപ്പറേഷനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ആക്കം വർദ്ധിപ്പിക്കുകയാണ്. ശക്തമായൊരു പ്രതിഷേധമാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ 2 സംഘടനകളുടേതായി നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിന്റെ പുറത്ത് BJP പ്രവർത്തകർ മാർച്ച് നടത്തി പ്രതിഷേധിക്കുമ്പോൾ അകത്ത് UDF-ന്റെ കൗൺസിലർമാർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ശരി, വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നു വീണ് 4 പേർ മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് കോൺഗ്രസിന്റെയും BJP-യുടെയും പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.